വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളുടെ 3-4 ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഇടാൻ വീണ്ടും വൈകി പോകുന്നുണ്ട്, ക്ഷമിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കുടുംബശ്രീയിൽ അംഗമാകാൻ പറ്റുമോ? അവരുടെ കുടുംബങ്ങൾക്ക് അംഗമാകാൻ പറ്റുമോ? ഒരുപാട് വട്ടം ഈ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർക്ക് കുടുംബശ്രീയിൽ അംഗമാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പ്ലാസ്റ്റിക് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, മറ്റു സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അതാണ് ഒരുപാട് പേരുടെ ഡൗട്ട്. ഇതിനെപ്പറ്റി ഇനി ഓരോ പഞ്ചായത്തിലും ഓരോ ജില്ലയിലും ഓരോ നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ മാസത്തിലൊരിക്കൽ അല്ലെ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ വന്ന് സകല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡിസംബർ മാസത്തിൽ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. അതുവരെ നമ്മൾ എവിടെയെങ്കിലും അത് ശേഖരിച്ച് വെക്കണം. വർഷത്തിൻ്റെ അവസാന മാസം വന്നിട്ട് എല്ലാ സാധനങ്ങളും അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ 2 സെൻറ്റ് 3 സെൻറ്റിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അവർ ചെയ്യുന്ന ഇത്. നമ്മൾ അതിന് 50 രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ 50 രൂപ കൊടുത്താലും നമ്മുടെ വീടും പരിസരവും വൃത്തിയാകും. ഓഫീസിൽ മുതൽ എല്ലാ സാധനവും അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഓരോ ജില്ലയ്ക്കും എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാം അവർ കൊണ്ടുപോയി ഒന്നും ബാക്കിയാക്കാതെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇറച്ചി, മീൻ, തൈര്, പാല് ഇതെല്ലാം കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം ചാക്കിനകത്ത് ഇട്ട് വെക്കാൻ. അല്ലാതെ അതുപോലെ ഇടുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ വേണം ഇട്ട് വെക്കാനും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അവർ പറയാറില്ല. ഇങ്ങോട്ടും നല്ല സമീപനമാണ്, അങ്ങോട്ടും നല്ല സമീപനമാണ്. ഇനി അടുത്ത ചോദ്യം, എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരു അംഗത്തെ കുടുംബശ്രീയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, കുടുംബശ്രീയിൽ നിന്ന് ഒരു അംഗത്തെ ആർക്കും പുറത്താക്കാൻ കഴിയുകയില്ല. പിന്നെ അവർക്ക് കുടുംബശ്രീ വേണ്ടെന്നുണ്ടെങ്കിൽ സ്വമേധയെ പിരിഞ്ഞു പോകാം. പിന്നെ ഒരു വ്യക്തി നിരന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം കുടുംബശ്രീയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മളൊരു കുടുംബമാണ്. 10 20 പേര് ചേരുന്ന അംഗങ്ങൾ ഒരു കുടുംബമായിട്ടാണ് നമ്മളൊരു കുടുംബശ്രീയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാകിയല്ലേ. അതുപോലെ തന്നെയാണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബശ്രീയിലും നമ്മൾ 10-15 പേര് കൂടുമ്പോൾ ഉണ്ടാകും. അത് നമ്മൾ നിസ്സാരമാക്കി കണ്ടുകൊണ്ട് അത് അവിടെ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അത് വീണ്ടും ഇങ്ങനെ പ്രശ്നമാക്കി ആവർത്തിച്ച് മുന്നോട്ട് പോകാതെ അതൊരു മീറ്റിങ്ങിൽ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്താൽ അത് ആ മീറ്റിങ്ങിൽ തന്നെ തീർത്ത് നമ്മൾ ഒത്തൊരുമയോടുകൂടി പിരിഞ്ഞു പോകുക. അല്ലാതെ ഇത് കാലാകാലം പ്രശ്നമാക്കി കൊണ്ടു നടന്നാൽ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകളിൽ എന്നും പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ. നമുക്കിപ്പോൾ കുടുംബശ്രീ സ്കൂൾ 1-ാം ഘട്ടം 2-ാം ഘട്ടം തിരികെ സ്കൂൾ എല്ലാം കഴിഞ്ഞിട്ടും നമ്മുടെ കുടുംബശ്രീ ഇതുപോലെ തന്നെയാണ് പെരുമാറുന്നതെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത ചോദ്യം, ഇപ്പോഴും സെക്രട്ടറി മിനിറ്റ്സ് എഴുതുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ്. സെക്രട്ടറിക്ക് തോന്നുന്ന പോലെ എഴുതിക്കൊണ്ട് വരികയാണ്, അല്ലാണ്ട് കുടുംബശ്രീയിൽ വെച്ചല്ല ചെയ്യുന്നത്. ഒരിക്കലും സെക്രട്ടറി തന്നെ മിനിറ്റ്സ് എഴുതിക്കോണം എന്ന് നിർബന്ധമില്ല. കുടുംബശ്രീയിൽ എഴുതാൻ അറിയാവുന്ന ആർക്കും മീറ്റിങ്ങിൽ വെച്ച് മിനിറ്റ്സ് എഴുതാവുന്നതാണ്. അല്ലാണ്ട് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ സെക്രട്ടറിക്ക് പറയാം, ഇന്ന ആളോട് ഇന്ന് നിങ്ങൾ മിനിറ്റ്സ് എഴുതുക, അജണ്ട പറഞ്ഞു കൊടുക്കുക. അത് സെക്രട്ടറി ആ കുടുംബശ്രീയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ കൊണ്ട് എഴുതാൻ അറിയുന്ന ആർക്കും എഴുതാം. അല്ലെങ്കിൽ ഒരു നല്ല കയ്യക്ഷരമൊക്കെ ഉള്ള ഒരു അംഗത്തെ നമുക്ക് സ്ഥിരം നിങ്ങൾ എഴുതാൻ പറഞ്ഞ് ചുമതലപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചുമതലപ്പെടുത്താം. അതൊക്കെ നമുക്ക് കുടുംബശ്രീക്ക് തീരുമാനിക്കാം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കുടുംബശ്രീയിൽ എന്താണോ ചർച്ച ചെയ്യുന്നത് അത് കുടുംബശ്രീ മീറ്റിങ്ങിൽ വെച്ചാണ് നമ്മൾ മിനിറ്റ്സ് എഴുതേണ്ടതും രജിസ്റ്ററിൽ നമ്മുടെ സമ്പാദ്യം ചേർക്കേണ്ടതും ഒക്കെ. ഇപ്പോഴും പലരും എല്ലാം വീട്ടിൽ ചെന്നിട്ട് ഒറ്റയ്ക്കിരുന്നാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കിപ്പോൾ തിരികെ സ്കൂളിൽ പോയപ്പോഴും അവിടെയൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ഒരുപാട് വട്ടം നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.